പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡ് പയ്യപ്പാടിയിലാണ്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത് ഒരു ശ്മശാനത്തിലേക്കുള്ള റോഡാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിലെ വാഹനങ്ങൾ പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ വഴിയെല്ലാം ഒന്ന് റിപ്പയർ ചെയ്തു. എന്ന് പറഞ്ഞാൽ പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പണി നടന്ന പുറകെയാണ്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ കടത്തിവിടാത്ത രീതിയിൽ ചെറുവാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇവിടെ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് മുകളിൽ ഒരുപാട് സഭകളുടെ ശ്മശാനമുണ്ട്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന ഒരു ശ്മശാന ഭൂമിയും ഇവിടെയുണ്ട്. എന്നാൽ അതും പ്രശ്നത്തിലായി കിടക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഇന്ന് 2 ശവമടക്കാണ് ഈ ശ്മശാനത്തിൽ നടക്കുന്നത്. ഒന്ന് 12 മണിക്കുമുണ്ട്, പിന്നെ ഒന്ന് 2 മണിക്കുമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പയ്യപ്പാടി തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരു അമ്മയും മകനും മരണപ്പെട്ടതും അതും അടക്കം ചെയ്ത് ഇവിടെയാണ്. എന്നാൽ അന്ന് ആംബുലൻസ് കയറിപ്പോകാൻ വയ്യാത്ത വിധം ഈ വഴി പോയി കിടക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ വാർഡിലെ മെമ്പറും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഈ വഴിയിലെ കുഴികളൊക്കെ അടച്ച് വാഹനം കയറിപ്പോകാൻ തക്ക വിധത്തിലുള്ള ക്രമീകരണം ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് അതിന് ഇവിടം തൊട്ട് അങ്ങോട്ട് ശ്മശാന ഭൂമികളാണ്. ഇതിലെ അകത്തോട്ട് കയറുന്നിടത്തെല്ലാം ഒരുപാട് ശ്മശാനങ്ങളുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തതാണ്. അപ്പം നമ്മുടെ ഇവിടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു 10-30 സെൻറ്റ് സ്ഥലത്തോളം ഇത് കിടക്കുന്നുണ്ട്. അത് പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ ശ്മശാനം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഈ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വേറെ ഒരു സഭക്കാർ ഇപ്പോൾ ഇത് അവരുടെ കൈവശമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ രേഖകളോ കാര്യങ്ങളോ തീരുമാനങ്ങളൊന്നും ആയില്ല. വരും ദിവസങ്ങളിലൊക്കെ ആകുമെന്ന് കരുതുന്നു. അപ്പം ഇവിടെയാണ് ഇപ്പം ഇന്നൊരു അടക്കം നടക്കുന്നത്. ഇതിൻ്റെ മോള് വശത്താണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പയ്യപ്പാടി കവലയ്ക്ക് തൊട്ട് സമീപത്തുള്ള റോഡാണ്. കുറേ ആൾക്കാരെല്ലാം ഇവിടെ മുകളിൽ താമസമൊക്കെ ഉണ്ട്. ഇത് ജലജീവൻ മിഷൻ്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്തപ്പോഴത്തേന് റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ പൊട്ടിച്ചതാണ്. അതുകൊണ്ടാണ് ഈ റോഡ് ഈ അവസ്ഥയിലായത്. പുതുപ്പള്ളിയിൽ അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, പുതുപ്പള്ളിയിലെ മിക്ക വാർഡിലെ റോഡുകളുടെയൊക്കെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പം ഇതിന് ഈ റീസ്റ്റോറിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഒരു ഘട്ടം എന്ന നിലയിലാണ് മെമ്പറും ഇവിടുത്തെ നാട്ടുകാരും സമീപവാസികളെല്ലാം കൂടെ ചേർന്ന് സഹായിച്ചാണ് ഇതിൻ്റെ കുറച്ച് ഭാഗത്തെ കുഴിയൊക്കെ അടച്ച് വണ്ടി കയറി വന്നുകൊണ്ടിരിക്കേണ്ടതാണ്, ആംബുലൻസൊക്കെ. അപ്പോൾ ഇതാണ് പറഞ്ഞത് ചെറിയ തർക്കത്തിൽ കിടക്കുന്ന സ്ഥലം. ഇത് ഏറെക്കുറെ 10-30 സെൻറ്റോളം ഉണ്ട്. മൊത്തം കാട് പിടിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ നിൽക്കുന്ന മരം കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മരങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇപ്പം പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി ആയതുകൊണ്ട് ഈ വിഷയത്തിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ വാർഡിലെ മെമ്പർ ഇവിടെയുണ്ട്. അപ്പം മെമ്പറോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. പുതുപ്പള്ളിയുടെ ഒരു ഉയർന്ന പ്രദേശവും കൂടിയാണ് ഇവിടം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെണ്ണിമല സ്ഥിതി ചെയ്യുന്ന ജിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം. അത്രയ്ക്കും ഹൈറ്റിലാണ് ഈ സ്ഥലം. നമ്മുടെ ശ്മശാനത്തിന് ഇങ്ങോട്ടുള്ള റോഡ് അത് ഇപ്പം നാട്ടുകാരും മെമ്പറും എല്ലാം ജനകീയമായിട്ടാണല്ലോ അതിന്റെ പണിയെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതോ ഫണ്ടും കാര്യങ്ങള് എല്ലാരും സഹകരിക്കാന്നൊക്കെ പറഞ്ഞു. എങ്കിലും ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിയൊന്നുമില്ല. നമ്മള് കുറച്ച് സിമെന്റും ഒക്കെ ഇറക്കി അവിടെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിലാണ് കൂട്ടി ആൾക്കാരെല്ലാരും കൂടെ കൂടി, ആ ഭാഗത്തുള്ള ആൾക്കാരെല്ലാരും കൂടി എല്ലാരും കൂടി സഹകരിച്ചാണ് രാത്രി. ഭയങ്കര പാടായിരുന്നു. ആദ്യം ഒരു വീട്ടിലെ 2 പേര് മരിച്ചായിരുന്നു. അപ്പൊ അവരുടെ അടക്കിന് വന്നപ്പോഴത്തേക്ക് ആംബുലൻസ് മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള കുഴികളായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കതൊരു ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അവരുമായിട്ട് ആലോചിച്ചപ്പോൾ അവര് പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു മെമ്പർ സാധനം കൊണ്ടുവന്നു, നമുക്ക് ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാധനങ്ങൾ ഇറക്കി കൊടുത്തു. അവരെല്ലാവരോടും കൂടി രാത്രി വെളുപ്പിനെ 4 മണി വരെ ചെയ്തിട്ടാണ് അത് തീർന്നത്. ഇത് മറ്റേ ജലജീവന്റെ പൈപ്പിന് വേണ്ടിയിട്ടാണോ അതോ? ജലജീവന്റെ പൈപ്പിന് വേണ്ടി വെട്ടിപ്പൊളിച്ചതാ. അങ്ങനെ വെട്ടിപ്പൊളിച്ച് അവര് ജലജീവന്റെ പൈപ്പിന് വേണ്ടി വെട്ടിപ്പൊളിച്ചു. ബാക്കി മുഴുവൻ പൊട്ടി അങ്ങ് പോവുകയും ചെയ്തു. അതാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ അവിടെ പോട്ടെ വന്നു ഒരു ബോഡി അങ്ങോട്ട് കയറിക്കൊണ്ട് ഇപ്പം കുഴപ്പമില്ലാതെ വണ്ടി കയറി പോകുന്നു.
അതിന് ഞാൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ആംബുലൻസ് മാത്രം കയറ്റി വിടുക, ബാക്കിയുള്ള വണ്ടികളെല്ലാം താഴെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്മശാനങ്ങളിലേക്കുള്ള റോഡൊക്കെ നാടിൻ്റെ പൊതു ആവശ്യമാണ്. അപ്പം ഇവിടെ സഹകരിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം മെമ്പറുമായിട്ട് സഹകരിച്ച് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിനാണേലും എല്ലാവരും ഒന്ന് സഹകരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പുതുപ്പള്ളിയിലെ മറ്റൊരു വിഷയം കൂടെ കാണാം. പുതുപ്പള്ളിയിലെ 7-ാം വാർഡ് പുതുപ്പള്ളി കവലയിൽ ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചത്. അപ്പോൾ അവരുടെ ഇവിടെ ഒരു കലുങ്ക് പോയി കിടക്കുന്നുണ്ട്. ഇതിലല്ലേ പിള്ളേരെല്ലാം വരുന്നതല്ലേ? നല്ല നല്ല കുടിയാ. കാല് പോയ അതിപ്പോ കൊണ്ടാ ഓടിയത്തോളൂ. മുട്ടിന് പുല്ലൂരിയുടെ ഇവിടെ ഒരു ഓട കണ്ടോ? അവിടെയും കാല് പോകുന്നുണ്ടോ? ആ സ്ലാബ് ഇട്ടെന്ന് തോന്നുന്നു. ഇത് ഈ ഓട ആയിരിക്കും അല്ലേ? ഒത്തിരി പേരുടെ കാല് ഇതിൻ്റെ അകത്ത് പോയി, പിള്ളേരുടെയൊക്കെ പോയെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ ഇത് പുതുപ്പള്ളിയിലെ ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ഫുട്പാത്തിൽ കൂടെയാണ് ഒരുപാട് ആൾക്കാർ, ഇവിടെ ഒരു 3 സ്കൂളുണ്ട്, LP സ്കൂൾ അടക്കം ഉണ്ട്. അന്നേരം അവിടുത്തെ കുട്ടികളെല്ലാം വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു കൊച്ചിൻ്റെ കാല് പോയി, ഇതിൻ്റെ അകത്ത് പോയി. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇത് എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം പിള്ളേരുടെയൊക്കെ കാല് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ, അപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു. മെമ്പർ ഉടൻ തന്നെ ഓടി വന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പുതിയ മെമ്പറാണ് അന്നമ്മ എബ്രഹാം. അപ്പോൾ നമ്മൾ എന്ത് കാര്യം വിളിച്ച് പറഞ്ഞാലും അന്നേരം പരിഹരിക്കാനുള്ള മനസ്സുമായിട്ടാണ് മെമ്പർ ഓടി വന്നത്. ഈ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളല്ലേ? 3 സ്കൂളുണ്ടല്ലോ. ഒരു സ്ലാബ് നമ്മൾ ഒരു പീസ് കൊണ്ട് എത്രയും വേഗം എന്നാലേ ഇന്നിപ്പോ രാവിലെ പറ്റിന്റെ കണക്ക് നമ്മള് എപ്പോഴും നമ്മളെന്നാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം വിളിച്ച് പറയണം. പറയുമ്പോഴേ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതങ്ങനെ നമ്മളെ ഇത് കണ്ടോ അവിടെ ചെറുത് അയ്യോ കാല് പോകും. കൊച്ചുങ്ങളല്ല വലിയ കാല് പോകും. ആര് പോയാലും അതല്ല കൊച്ചുങ്ങളാരിങ്ങനെ കല്ല് വെച്ചാലേ തട്ടി വീഴും. അവനേറെ പൊക്കം ആൾക്കാർ ഫോണിലൊക്കെ വരുന്നത് ഫോൺ ചെയ്തിട്ട് എല്ലാവരും നോക്കാൻ ഇനി മറ്റേ അവരുടെ സ്ലാബെല്ലാം ബാലൻസ് കിടക്കുന്നുണ്ടോ? മറ്റേ കഴിഞ്ഞ ദിവസം ചെറിയ കേസല്ലേ വിളിച്ചോണ്ട് നമ്മളിത് അറിഞ്ഞു. ഞാനിപ്പോ ഈ ചൂടയിടെന്ന് പറഞ്ഞു മെമ്പറുടെ ഒന്ന് പറയാൻ പറയും. അതൊക്കെ ഞങ്ങൾ അന്നേരം തീരുമാനമാക്കും അല്ലേ മെമ്പറെ? അതല്ല, കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്തൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴി അന്നേരം തന്നെ മെമ്പർ അന്നേരം തന്നെ സെറ്റ് ചെയ്തു. അത് കട്ട വെച്ചിരുന്നു. ആ കടയുടെ മുകളിൽ വണ്ടി ആൾക്കാരുടെ
പുതിയ കോൺഗ്രസിന്റെ പുറത്തൂടെ ഇപ്പോഴല്ലേ അറിയുന്ന ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത്. നിങ്ങളൊക്കെ ഓട്ടക്കാരല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ മതി, എത്ര പേരോട്. എല്ലാവരും നിങ്ങൾക്ക് ഓട്ടക്കാർ അല്ല ഇതെന്നാന്നറിയാം, അതല്ല അജുവേ, അത് മെമ്പറുടെ ശ്രദ്ധയിൽ ഇന്നാണ് പെട്ടത്. അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞോട്ടെ. ഇപ്പം വിളിച്ചു പറഞ്ഞോണ്ട് അമ്മ അറിയുന്നത് ഓട്ടോയിലെ ഇതിന് തീരുമാനമായി. തീരുമാനമാക്കും. തീരുമാനമായി. അപ്പോൾ ഇവിടെ മറുവശത്ത് ഒരു സ്ലാബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പണി ചെയ്തതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ ആ സ്ലാബ് ഇട്ട് ബാക്കി ഈ ഭാഗങ്ങൾ ചെയ്തോളാമെന്ന് അവർക്ക് മെമ്പർ ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ ചെറിയ 2-3 കാര്യങ്ങൾക്കൊക്കെ വാർഡിൽ തീരുമാനമായിട്ടുണ്ട്. എല്ലാ വാർത്തയും അറിയാൻ പുതുപ്പള്ളി ടുഡേ ഉടൻ തന്നെ ഫോളോ ചെയ്ത് വെച്ചോളുക. മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും കാണാം.